കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വളരെ അനുഗ്രഹീതമാകുന്ന ഒരു പ്രഭാതത്തിൽ നമുക്ക് എഴുന്നേൽക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. ഇന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ ഒരു നല്ല ശബദ ദൈവം നമുക്ക് നൽകിയല്ലോ. ഈ ശബദിൻ്റെ അനുഗ്രഹം, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ പവിത്രത മനസ്സിലാക്കി ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. എല്ലാവർക്കും ഒരു ഹാപ്പി ശാബത്ത് നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നായിലെ നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജീവൻ നൽകുക അല്ലെങ്കിൽ മരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാധാരമാക്കി ഒരു വേദവാക്യം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവികൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടരുന്നു. അവർക്ക് വാളുകൊണ്ട്, ക്ഷാമം കൊണ്ടും, മഹാവ്യാധി കൊണ്ടും, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയെ കാലാംശങ്ങളെ മേൽ അധികാരം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അന്ത്യകാലത്തിൽ എത്തി നിൽക്കുന്ന നാം ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ജാതി ജാതിയോട് എതിർക്കും, അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും. അങ്ങനെ ഭൂമിയിൽ പലവിധമാകുന്ന പ്രശ്നങ്ങളെ ഭൂമിയിൽ നേരിടാൻ പോകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നു 4 മുദ്ര പൊട്ടിച്ചപ്പോൾ, നമുക്കറിയാം ഓരോ ദൂതൻ പൊട്ടിക്കുമ്പോഴും ആ ഓരോ കാലഘട്ടത്തിലെ മുദ്രകൾ പൊട്ടുമ്പോൾ ഓരോ സംഭവങ്ങൾ ഭൂമിയിൽ അതുപടിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എതിർ ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുവാൻ കാലം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആദ്യം എതിർ ക്രിസ്തു നല്ല ഭരണങ്ങളെ കാട്ടും. അന്തിക്രിസ്തു നല്ല ഭരണങ്ങളെ കാട്ടുമ്പോഴും അതിൽ വീണു പോകുന്നതായ അനേക ജനതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മഞ്ഞ കുതിരമേൽ വരുന്നതായ ഒരു വ്യക്തി അവിടെ കാണിച്ചിരിക്കുന്നത്, അവിടെ ക്ഷാമത്തെ കാണിക്കുന്നു. അവിടെ ദൈവത്തിന് സ്തോത്രം, അവിടെ വളരെയധികം ക്ഷാമത്തെ അവിടെ കാണിക്കുന്നു. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷാമം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ 4-1 ഭാഗം നശിച്ചു പോകും. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധികൾ. ഇതൊക്കെ അങ്ങനെ ക്ഷാമം വർദ്ധിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്നൊരു കാലമുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 4-1 ഭാഗം മനുഷ്യൻ മരിച്ചു വീഴും. അപ്പോൾ അതിനെ അടക്കുവാനോ അതിനെ കുഴിച്ചിടുവാനോ ആരും കാണുകയില്ല. അപ്പോൾ വലിയൊരു ദുർഗന്ധം തന്നെ അവിടെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ശക്തിയില്ലായ്മ, വിളർച്ച, അവിടെയായിരിക്കുന്ന ബലം എല്ലാം ചോർന്നു പോകുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. കാട്ടുമൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ചത്തുവീഴും. അനേക മനുഷ്യർ ചത്തുവീഴും. അപ്പോൾ അവിടെ വലിയ ദുർഗന്ധങ്ങൾ ഉണ്ടാകും. അപ്പോൾ ക്ഷാമം ഉണ്ടാകുമ്പോഴും അവിടെ മറ്റുള്ളതായിരിക്കുന്നതായ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു സഭ അവിടെ നിന്ന് എടുക്കപ്പെടുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം വിദേശ വരുമാനങ്ങൾ, കപ്പൽ മാർഗം വഴിയുള്ള വരുമാനങ്ങൾ, അങ്ങനെ ആകാശമാർഗം വഴിയുള്ള വരുമാനങ്ങളൊക്കെ നിന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോഴും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വിശ്വാസത്താൽ ജീവിക്കുന്നതായ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഏത് പ്രതികൂലത്തെയും പ്രതിസന്ധികളെയും നമുക്ക് നേരിടുവാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ന്യായാസനത്തിൽ ഇരിക്കുന്നതായ ആ വ്യക്തി ന്യായം വിധിക്കുമ്പോൾ അനേകർ ന്യായസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടി വരും. അത് നമ്മുടെ ജീവിതത്തിലെ ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം എന്ത് ചെയ്യുന്നൊരു നിയമിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ അവൻ നിൽക്കുമ്പോൾ അവൻ ചെയ്യുന്നതായ നല്ല പ്രവർത്തികൾ മാത്രം അവനെ പിൻപറ്റുമ്പോൾ, എന്നാൽ അനേകർ പാപത്തിന്റെ വഴിയിൽ കൂടെ പോയി ദൈവസന്നിധി നിൽപ്പാൻ ലജ്ജയോടെ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ വളരെ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നിൽപ്പാനുള്ളതായിരിക്കുന്ന അവസരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നീതി പ്രവൃത്തിയാണ് ദൈവം നമ്മെക്കുറിച്ച് നോക്കുന്നത്. നമ്മുടെ നീതി പ്രവൃത്തി എപ്രകാരമായിരുന്നു? ഒരു ദൈവത്തിന്റെ നീതി പ്രവൃത്തിയാണ് അവന്റെ വസ്ത്രം, അവന്റെ വെണ്മ, അവന് ഉണ്ടായിരിക്കുന്നതായ ഏറ്റവും വലിയ പ്രതിഫലം. ദൈവം രണ്ടാമത് കടന്നു വരുന്നത്
ഒരു വാഗ്ദത്തം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വെറുതെ അല്ല അവൻ വരുന്നത്. പിന്നെയോ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം തരുവാൻ എൻ്റെ പക്കൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലവുമായിട്ടാണ് നമ്മുടെ കർത്താവ് രണ്ടാമത് ഭൂമിയിൽ അവതരിക്കുന്നത്. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ പോയിക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരിക. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവ പൈതലേ, ഈ ഭൂമിയിൽ മനുഷ്യൻ ഒന്നൊന്നായി കാർന്നു തിന്നുന്ന രോഗത്താൽ പകർച്ചവ്യാധികളാൽ നശിക്കുമ്പോൾ, 4 ഭാഗം മരണങ്ങളുടെ ഭൂമിയിൽ മനുഷ്യൻ ചത്തടിയുമ്പോൾ, ഈ ഭൂമി വാസയോഗ്യമല്ല, ശവശരീരങ്ങളെ കൊണ്ട് ജീർണിച്ച് നാറ്റം ഭവിച്ച് അങ്ങനെയുള്ള അനുഭവത്തിലായി മാറുവാൻ ഇടയാണ്. അപ്പോൾ ദൈവത്തിന്റെ സഭ എന്ത് ചെയ്യും? ഇവിടുന്ന് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഒരു നീതിമാനെ, ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ, ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ എന്നുള്ള പേര് ലഭിക്കേണ്ടതിന് ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം നമുക്ക് ഒരുങ്ങാം. ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ശബദില് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അവന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം. ഈ ശബദിൽ കർത്താവേ, ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിപ്പാൻ, അവന്റെ വിശുദ്ധിയെ പ്രാപിപ്പാൻ, കർത്താവെ, ആ മുൻപോട്ടുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവികമായ ആ വലിയ കൃപ പ്രാപിച്ചുകൊണ്ട് നീങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദ് ആശംസ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.